കേരളത്തിലെ പുരാതനമായ തുറമുഖങ്ങളിലൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖം. ISPS അംഗീകാരമുള്ള കേരളത്തിലെ 4 തുറമുഖങ്ങളിലൊന്ന്. അതായത് ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ്. തുറമുഖത്തിന് ISPS സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വിദേശ കാർഗോ പാസഞ്ചർ കപ്പലുകൾക്ക് അവിടേക്ക് എത്താനാകൂ. കേരള മാരിടൈം ബോർഡിന് കീഴിലുള്ള തുറമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ചരക്ക് കൈകാര്യം ചെയ്യുന്നത് ബേപ്പൂരാണ്. ബേപ്പൂരിൽ വരുന്ന ചരക്കുകളിൽ പ്രധാനം ലക്ഷദ്വീപിൽ നിന്നുള്ള ഇമ്പോർട്ട്, ലക്ഷദ്വീപിലേക്കുള്ള എക്സ്പോർട്ട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇമ്പോർട്ട്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഈന്തപ്പഴം. 3.5 മീറ്റർ ആഴം, 314 മീറ്റർ നീളമുള്ള വാഫ്, ബ്രേക്ക് വാട്ടർ, അപ്രോച്ച് ചാനൽ, ടേണിംഗ് ബേസിൻ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും തുറമുഖത്തിനുണ്ട്. ISPSന് പുറമെ ICP അംഗീകാരവും പോർട്ടിനുണ്ട്. ICP എന്നാൽ ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ്. അതായത് കടൽ മാർഗം എത്തുന്ന വിദേശികളുടെ പാസ്പോർട്ടും വിസയും പരിശോധിച്ച ശേഷം അവർക്ക് നമ്മുടെ രാജ്യത്ത് ഇറങ്ങാൻ അനുമതി നൽകാൻ പോർട്ടിനാകും. അതേപോലെ തന്നെ ഉരു ഇവിടെ ബേപ്പൂരിൽ ഉണ്ടാക്കി നമ്മൾ ഗൾഫിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ബേപ്പൂർ തുറമുഖത്ത് 314 മീറ്റർ നീളമുള്ള വാർഫാണുള്ളത്. നിലവിൽ 3.5 മീറ്ററാണ് തുറമുഖത്തിൻ്റെ ആഴം. 5.5 മീറ്റർ ആക്കുന്നതിനും വാർഫിൻ്റെ നീളം 150 മീറ്റർ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പരിസ്ഥിതി പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തുറമുഖത്ത് പ്രധാനമായും ജനറൽ കാർഗോ ഹാൻഡ്ലിംഗ് ആണ് നടക്കുന്നത്. കാർഗോ ഹാൻഡ്ലിംഗിനായി വിദേശ നിർമ്മിതമായ ഒരു കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് ക്രെയിനും 2 കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് റീച്ച് ട്രാക്കറും, 1 ട്രക്ക് മൗണ്ട് ക്രെയിനും, 3 ഇലക്ട്രിക്കൽ ക്രെയിനുകളും, പിക്ക് ആൻഡ് ക്യാരി വിഭാഗത്തിൽപ്പെടുന്ന 3 ക്രെയിനുകളും അടങ്ങുന്ന സംവിധാനങ്ങളാണുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഉരു സർവീസ് ബേപ്പൂരിൽ സജീവമാണ്. ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപിലേക്കും തിരിച്ചും ചരക്ക് സേവനം ഇന്നും നല്ല രീതിയിൽ തുടർന്നു പോകുന്നുണ്ട്. ലക്ഷദ്വീപിലേക്കുള്ള ചരക്കുകൾ ജനറൽ കാർഗോ എന്ന് പറയുന്നു എങ്കിലും അതിൽ ഓയിൽ പ്രൊഡക്ട്സ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ കൺസ്യൂമബിൾ ഐറ്റം ഉണ്ട്. ഇതെല്ലാം കൊണ്ടുപോകുന്നത് ഒന്നുമില്ലെങ്കിൽ ഉരു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയ കപ്പലുകളാണ്. അതിൻ്റെ ശേഷി എന്ന് പറയുന്നത് 200 ടൺ മുതൽ 600 ടൺ വരെയാണ്. 3 വർഷം മുൻപ് വരെ ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പാസഞ്ചർ ഷിപ്പിംഗ് ഉൾപ്പെടെ നടന്നിരുന്നു. ഭാവിയിൽ ഇത് വീണ്ടും തുടങ്ങാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. തുറമുഖത്തിൻ്റെ സുരക്ഷയെ പറ്റി പറയുമ്പോൾ നമ്മൾ മെയിൻ ഗേറ്റിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരെയും മെറ്റൽ ഡിറ്റക്ടർ വഴിയാണ് കടത്തിവിടുന്നത്. ഉള്ളിൽ വരുന്ന വാഹനങ്ങൾ ഡോഗ് ലെഗ് മിറർ വഴി പരിശോധിക്കുന്നുണ്ട്. പിന്നെ പോർട്ടിൻ്റെ ഏരിയ മൊത്തം CCTV കവറേജ് ഉണ്ട്. തുറമുഖ വികസനത്തിൻ്റെ ഭാഗമായി നമ്മൾ PPP മോഡലാണ് ആലോചിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രപ്പോസൽ സർക്കാരിലേക്ക് അയച്ചിരുന്നു. സർക്കാർ അതിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. PPP മോഡലിൽ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബേപ്പൂർ തുറമുഖം മുന്നോട്ട് പോകും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ തുറമുഖത്തെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ് കേരള മാരിടൈം ബോർഡ്.